ഫോണൊക്കെ എടുത്തല്ലോ അല്ലേ? ഇച്ചു ട്രെയിനിൽ കയറാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പക്ഷെ അത് എത്ര നേരം ഉണ്ടാവും എന്ന് എനിക്കറിയത്തില്ല. കാരണം കയറി കുറച്ച് കഴിയുമ്പോഴത്തേക്കും തീരുന്നല്ലല്ലോ ഈ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത്. General compartment. 6. General compartment. 6. General compartment. അങ്ങനെ ഫുഡ് അടിയും ബഹളമൊക്കെ കഴിഞ്ഞ് ഒരു റൗണ്ട് ഉറക്കം കഴിഞ്ഞ് രണ്ടാമത്തെയും കഴിഞ്ഞ് മൂന്നാമത്തെ ഉറക്കം കഴിയുന്നതിന് മുമ്പ് ഒരു 4:30 മണിയായപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർ എത്തി. Train number 12778. Kochuveli Pune Express is വരുമോന്നറിയാം. ബാക്ക് ക്യാമറ അല്ലേ? ബാ 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 ഓടി വാ. പിന്നെ വന്നിട്ട് ഡിമാർട്ടിൽ നമ്മുടെ ബാഗ്സ് എല്ലാം അവരുടേതായ ബാഗിനകത്ത് പാക്ക് ചെയ്ത് സീൽ ചെയ്താണ് തരുന്നത്. എന്നിട്ട് അങ്ങനെ ഞങ്ങൾ ഡിമാർട്ടിലോട്ട് കയറി. ഇച്ചുവിന് വേണ്ടി ഞാനൊരു കളർ ബുക്ക് വാങ്ങിച്ചു. ദർ ആർ മെനി അതർ കളർ ബുക്സ് ടു. അടിപൊളി സാധനങ്ങൾ. ദിസ് ഇസ് ഒരു ഡെസ്ക് സ്റ്റോറേജ്. നല്ലതാണ്, എനിക്ക് ആവശ്യമില്ലായിരുന്നു. ബട്ട് ദിസ് വൺ ഐ ഗോട്ട് ആർ വൈറ്റ്. ഫോണൊക്കെ വെച്ച് റെസ്റ്റ് ചെയ്ത് നമുക്ക് കാണാൻ നല്ലതാണ്. സോ അമ്മയ്ക്ക് ഒരെണ്ണം വാങ്ങിച്ചു. പർച്ചേസൊക്കെ കഴിഞ്ഞതിന് ശേഷം വി വെൻറ്റ് ബാക്ക്. ഷോപ്പിംഗ് അങ്ങനെ പിന്നെയും ഞങ്ങൾ കുറച്ച് പർച്ചേസ് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഗോ പിസ്സയെന്ന് ഡാനി ഗോ പിസ്സ ഓർഡർ ചെയ്തു. വി വർ എൻജോയ് ഇറ്റ്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പുള്ളയാർ പോവാം. പുള്ളയാറല്ലേ? പിള്ളയാർ. ആ ബാമ്മ കയറമ്മ. അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങളുടെ കുഞ്ഞു വാവ പൊങ്കൽ കഴിക്കുവാണ്. ആളിയന് ഇഷ്ടപ്പെട്ടു. ഒരു പൊങ്കലിൻ്റെ പകുതിയോളം അവൻ കഴിച്ചു. ഇഷ്ടപ്പെട്ടായിരുന്നു. ആൻഡ് പൊങ്കൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു സാധനമൊന്നുമല്ല. പൊടി ഇഡ്ഡലി അടിപൊളിയായിരുന്നു. ആൻഡ് അവിടുത്തെ ചായ സൂപ്പർ സൂപ്പർ സൂപ്പർ. ഡാനിക്കുള്ള അമ്മ ഇത് മറ്റേ പഴുത്തത് കഴിക്കുന്ന സാധനത്തിന്റെ ചീരയല്ലേ? ചീരയുടെ പേരെന്തായിരുന്നു? കാശി സൊപ്പ്. ഇതിന്റെ സബ്ബസ്കി. ഇതോ മെന്ത്യ. ഇതോ അതന്നെ പുളിച്ചീര എന്ന് പറയും. അത് തന്നെയല്ലേ? ദണ്ഡ് ചീര. ദണ്ഡിക്കീര. ഹാർവേ സൊപ്പ്. ഇത് സിരിക്കീര. ഏത്? സിരിക്കീര. ഇത് പാലക്കുണ്ട്. പക്ഷെ പാലക്കിന്റെ കട്ടി നോക്ക്. മുള്ളങ്കിയുടെ സൊപ്പ് മാത്രം. മുള്ളങ്കി എന്ന് പറയുന്ന റാഡിഷ്. അതിന്റെ സൊപ്പ് അത് സെപ്പറേറ്റ് ആയിട്ട് ഇപ്പൊ സൊപ്പ് മാത്രമായിട്ട് വരുന്നുണ്ട്. തോരൻ വെക്കുമോ? ബ്രഹ്മിയല്ല അങ്ങനെ കണ്ടാണ് പേര്. ഇവിടുത്തെ ചേട്ടൻ കൊണ്ട് തന്ന ബുദ്ധി വെക്കാൻ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നലെ, അതായത് ഫ്രൈഡേ രാവിലെ എത്തിയതല്ലേ ഉള്ളൂ.
ഇന്ന് സാറ്റർഡേ, ഇന്നാണ് പാക്ക് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ. ഇപ്പോൾ ഇവിടെ വന്നേക്കുന്നത് ഡാനിനൊരു പാൻസ് എടുക്കാൻ, പിന്നെ കുട. പോകുന്നിടത്ത് അത്യാവശ്യം മഴ പെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു കുട എടുക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് വന്നത്. കൊള്ളാം ഈ പരിപാടി. ആ ബോക്സിനകത്തോട്ട് ഓരോ സാധനങ്ങളിടുക, അതിൻ്റെ പ്രൈസ് അതിനകത്ത് കാണിക്കും, എന്നിട്ടങ്ങ് പേയ്മെൻറ്റ് ചെയ്താൽ മതി. ഞാൻ ആദ്യമായിട്ടോ കാണുന്നത്. റെഡി ടു ഈറ്റ് മിക്സ്, കടായി ചിക്കൻ, സാമ്പാർ, പിന്നെ പനീർ ബട്ടർ മസാല. പോകുന്ന സമയമായപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു കേട്ടോ. ആൻഡ് ആദ്യം ശരിക്കും പറഞ്ഞാൽ അവൻ ഒറ്റയ്ക്ക് ക്യാബ് എടുത്തിട്ട് പോകാമെന്നായിരുന്നു പ്ലാൻ ചെയ്തത്. ബട്ട് ദെൻ വി ഓൾ ഇൻസിസ്റ്റഡ് ദറ്റ് വി വുഡ് ലീവ് ഹിം ടു ദി എയർപോർട്ട്. എവിടെയാണ് പോകുന്നതെന്നും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അൺടിൽ ദെൻ, ബൈ ദ ബൈ, ഗോഡ് ബ്ലെസ്.